ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സ്വന്തം ജീവിതത്തിലേക്ക് നോക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നോക്കിക്കൊണ്ടിരിക്കും. അവരെങ്ങനെയാണ് എല്ലാം നേടിയെടുക്കുന്നത്, ആർക്കാണ് നല്ല ജോലി, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ. എന്നാൽ നമ്മൾ ഒരിക്കലും നമ്മളോട് തന്നെ ചോദിക്കുന്നില്ല, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന എന്നേക്കാൾ ഇന്ന് എന്നിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഓരോ മനുഷ്യൻ്റെയും യാത്ര വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം സമയവും ഉണ്ട്. ഉദാഹരണത്തിന്, ഒരു വിത്ത് ഇന്ന് മുളയ്ക്കും, മറ്റൊരു വിത്ത് ഒരു പക്ഷേ നാളെ മുളയ്ക്കും. എന്നാൽ ഇവരുടെ സമയവ്യത്യാസം കൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. രണ്ടും ഒരേപോലെ തന്നെ വലിയ വൃക്ഷങ്ങളായി വളരും. ഒരു കാര്യം തീർച്ചയായും മനസ്സിലാക്കുക, ഇന്ന് നിങ്ങൾ കാണുന്ന വിജയിച്ച ആളുകൾ അവർ ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ കഷ്ടപ്പെട്ടവരാണ്. അവർ ഒരുപാട് തവണ തോറ്റവരാണ്. എന്നാൽ ആ പരാജയം നിങ്ങൾക്ക് കാണാനാവില്ല. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വിജയിച്ച ആളുകളിൽ എന്താണ് കാണുന്നത്? അവരുടെ കാറുകൾ, ട്രാവൽ, ചിരി, വിജയം. പക്ഷെ അവരുടെ കണ്ണുനീർ ഒരിക്കലും നിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുമായി നിങ്ങളുടെ ജീവിതം ഒരിക്കലും താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവരുടെ വേഗത്തിൽ ഓടാൻ ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ വേഗത എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ മുന്നോട്ട് പോവുക. ആമയുടെയും മുയലിൻ്റെയും കഥ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ. വേഗത്തിൽ ഓടുന്ന മുയലിനെ തോൽപ്പിക്കാൻ ആമയ്ക്ക് കഴിഞ്ഞെങ്കിൽ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? വിജയം വേഗതയിലല്ല, സ്ഥിരതയിലാണ് എന്നാണ്. അതുപോലെ ജീവിതം മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള മത്സരമല്ല, ഇന്നലത്തെ നിങ്ങളെ തോൽപ്പിക്കാനുള്ള യാത്രയാണ്. താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾ 1% മാത്രമേ മെച്ചപ്പെട്ടിട്ടുണ്ടാകൂ. അത് മതി. കാരണം ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ 365% മുന്നിലായിരിക്കും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഒറ്റപ്പെടൽ, വൈകിപ്പോകൽ, ഇതൊക്കെ നിങ്ങളുടെ ഭാവിയിൽ പറയുന്ന വിജയകഥയുടെ ഭാഗങ്ങളായിരിക്കും. നിങ്ങൾ തോറ്റു എന്ന് കരുതുന്ന ദിവസങ്ങളിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വളരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി വിഷമിക്കരുത്. മറ്റുള്ളവരെ നോക്കി നിങ്ങളുടെ ആത്മവിശ്വാസം വെറുതെ നശിപ്പിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ കണ്ണുവെച്ച് മാത്രം മുന്നോട്ട് പോവുക. നിങ്ങൾക്കായി ഒരു സമയം വരും, നിങ്ങളുടെ അവസരം വരും, നിങ്ങളുടെ വേദി നിങ്ങളെ തേടി വരും. സൂര്യൻ പോലും എല്ലാവർക്കും ഒരേ സമയം ഉദിക്കുന്നില്ല. പക്ഷേ ഒരിക്കലെങ്കിലും അത് എല്ലാവരുടെയും മേൽ പ്രകാശിക്കും. അതിനാൽ ഇന്ന് നിങ്ങൾ ചെറിയവനായി തോന്നിയാലും, ഇന്ന് നിങ്ങൾ പിന്നിലായി തോന്നിയാലും, നിങ്ങൾ ആരുമല്ല എന്ന് തോന്നിയാലും ഓർക്കുക, നിങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആണെന്ന്. അതുകൊണ്ട് സമയം കൊടുക്കുക, സ്വയം വിശ്വസിക്കുക, പരിശ്രമം ഒരിക്കലും നിർത്തരുത്. മറ്റുള്ളവരെ നോക്കാതെ സ്വയം ശ്രദ്ധിക്കൂ. അതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ടേക്ക് യുവർ ടൈം, സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്, ആൻഡ് യുവർ ടൈം വിൽ കം.